Hi students, നമുക്കിത് ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് ആൻഡ് PLCയുടെ PLC സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ സിലബസിൽ ഇത് 4th മോഡ്യൂൾ ആയിട്ട് വരും. What is meant by PLC? PLC is the full form of Programmable Logic Controllers. ഈ PLCയുടെ ആർക്കിടെക്ചറും അതിന്റെ പ്രോഗ്രാമിങ്ങും അതിന്റെ ആപ്ലിക്കേഷൻസും ഇതൊക്കെയാണ് നമുക്ക് ഈ മോഡ്യൂളിൽ നോക്കാനുള്ളത്. PLC means it is Programmable Logic Controllers. Then they are industrial computers used to control different electromechanical processes for use in manufacturing plants or other automation environments. That means PLC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഡസ്ട്രിയൽ കമ്പ്യൂട്ടേഴ്സ് ആണ്. നമുക്കറിയാം ഇൻഡസ്ട്രിയിലെ ഡിഫറെന്റ് എക്യുപ്മെന്റ്സ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ പ്രോഗ്രാം ബേസ്ഡ് ആണ്, മാനുവലി അല്ല, അല്ലെ, പ്രോഗ്രാം ബേസ്ഡ് ആണ്. അപ്പൊ ഈ പ്രോഗ്രാം ബേസ്ഡ് കൺട്രോളേഴ്സ് എന്താണ് വളരെ റിമോട്ടായി ഇരുന്നിട്ട് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാം. ഓക്കെ, അതാണ് പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോൾസ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ടൈമിൽ എന്താ പറയേണ്ട ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഫീൽഡാണ് എന്ത് PLC എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് വരുന്നത് ഇലക്ട്രോ മെക്കാനിക്കൽ പ്രോസസ്സസിലാണ്. അതായത് മാനുഫാക്ചറിങ് ഫീൽഡ്, പിന്നെ പ്ലാന്റ്സ്, നമുക്കറിയാം ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ്, അതുപോലെയുള്ള എന്താ പറയേണ്ട ഒരുപാട് കൂടുതൽ ആക്സിഡൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഫീൽഡൊക്കെ ഉണ്ട്, അല്ലെ. അവിടെയൊക്കെ എന്ന് വെച്ചാൽ റിമോട്ടിൽ ഇരുന്നിട്ട് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ ഓട്ടോമേഷൻ എൻവയോൺമെന്റ്സ്, ഇതൊക്കെയാണ് PLCയുടെ ആപ്ലിക്കേഷൻസ് വരുന്നത്. So this is a diagram of PLC products. അപ്പോൾ PLC പ്രോഡക്ട്സിന്റെ ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇന്റേണൽ ബ്ലോക്സ് നമുക്ക് നോക്കാം. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒരു പ്രോഡക്ട്സിന്റെ ഒക്കെ പിക്സ് ഇവിടെ കാണിച്ചു എന്ന് മാത്രം. അപ്പൊ ഇതിലെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ആവശ്യമുണ്ട്? പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ആവശ്യമുണ്ട്. പ്രോഗ്രാം ചെയ്തിട്ട് ഇതിൽ നമ്മൾ എന്താണ് കേബിൾ ത്രൂ നമുക്ക് റിമോട്ട് ആയിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയൽ എക്യുപ്മെന്റ്സിലേക്ക് കണക്ട് ചെയ്യാം. ഇതിന്റെ ഡിഫറെന്റ് സെക്ഷൻസ് കാണിക്കുന്നതാണ്. അപ്പൊ ഇതിൽ ഇൻപുട്ട് കണക്ട് ചെയ്യണം, അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് കണക്ഷൻ കൊടുക്കണം, അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിലേക്ക് കണക്ഷൻ കൊടുക്കണം. ഓക്കെ, അതിന്റെ ഡിഫറെന്റ് സ്ലോട്ട്സ് ആണ് ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ദിസ് ഈസ് എ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ PLC. അപ്പൊ ഈ ഡയഗ്രാം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് മെയിൻ ആയിട്ട് ഇതിലൊരു ലോജിക് യൂണിറ്റ് വേണം. അതാണ് ലോജിക് സോൾവർ ആൻഡ് മെമ്മറി വേണം. ഓക്കെ, ലോജിക് സോൾവർ ആൻഡ് മെമ്മറി മോഡ്യൂൾ. ദിസ് കംസ് ദ ലോജിക് സെക്ഷൻ. ഈ ലോജിക് സെക്ഷനിലേക്ക് നമ്മൾ പ്രോഗ്രാം കൊടുക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? പ്രോഗ്രാം ലോഡർ, അതാണ് മോണിറ്റർ ആണ്. നമ്മുടെ കമ്പ്യൂട്ടറിനാണ് നമ്മൾ പ്രോഗ്രാം കൊടുക്കുന്നത്. അത് ഇതിലേക്ക് ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ ഇതിലേക്ക് എന്ത് കണക്ട് ചെയ്യണം? ഇൻപുട്സ് കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൽ നിന്ന് വരുന്ന ലോജിക്കിന്റെ ഔട്ട്പുട്ട് നമ്മൾ ഏതിലേക്ക് കണക്ട് ചെയ്യണം? ഔട്ട്പുട്ട് മോഡ്യൂളിലേക്ക് കണക്ട് ചെയ്യണം. ഇപ്പൊ ഫ്രം ഫീൽഡ് ഏതൊക്കെ വരാം? നമുക്ക് ഇൻപുട്ട് മോഡ്യൂൾസ് ആയിട്ട് നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം? പുഷ് ബട്ടൺസ്, കോൺടാക്ട് സ്വിച്ചസ്, ലിമിറ്റ് സ്വിച്ചസ്, അങ്ങനെ ഇതുപോലെയുള്ള ഡിഫറെന്റ് സ്വിച്ചസ് ആണ് എന്ത് ഇൻപുട്സ് ആയിട്ട് വരുന്നത്. ഈ സ്വിച്ച് നമ്മൾ ഓൺ ആക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഇവിടുത്തെ ലോജിക് വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ദി ഫീൽഡിലേക്ക് നമ്മൾ ഔട്ട്പുട്ടിനെ എക്സ്റ്റേണൽ വേൾഡിലേക്ക് നമ്മൾ ഔട്ട്പുട്ടിനെ കൊടുക്കുകയാണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാവാം? സോളിനോയിഡ്, കൺട്രോള്, ദെൻ മോട്ടോർ, ഫാൻ, ഇങ്ങനെ ഇതുപോലെയുള്ള ഡിഫറെന്റ് ഔട്ട്പുട്ട് യൂണിറ്റ്സ് നമ്മൾ ഔട്ട്പുട്ട് മോഡ്യൂളിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെ ഒന്നും കൂടി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പിക്ചർ നമുക്ക് നോക്കാം. അതായത് ഇതിന് മെയിൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മെയിൻ യൂണിറ്റ് പറഞ്ഞാൽ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ്. PLC യൂണിറ്റ് ലോജിക് സെക്ഷൻ ആണ്. അപ്പൊ ഇതിലേക്ക് പ്രോഗ്രാം നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നത് ഈ പ്രോഗ്രാമിംഗ് ഡിവൈസ്, ദാറ്റ് മീൻസ് സിംപ്ലി എ ലാപ്ടോപ്പ് ഓർ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ആണ് നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ യൂണിറ്റിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇതിലേക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനൊരു ഇൻപുട്ട് സെക്ഷൻ കൺട്രോൾ ചെയ്യുന്ന ഇൻപുട്ട് മോഡ്യൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻപുട്ട് കണ്ടോ? സെൻസേഴ്സ്, നമുക്കറിയാം ഇൻഡസ്ട്രിയിലൊക്കെ ആണെങ്കിൽ ഡിഫറെന്റ് സെൻസേഴ്സ്, അല്ലെ, എന്താണ് റിഫൈനറീസിലൊക്കെ ആണെങ്കിൽ ടെമ്പറേച്ചർ സെൻസ് ചെയ്യണം, ഹ്യൂമിഡിറ്റി സെൻസ് ചെയ്യണം. അപ്പൊ ഇതിൽ ഓരോ ടൈപ്പ് സെൻസേഴ്സ് യൂസ് ചെയ്യും. ആ സെൻസേഴ്സിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിരിക്കും. ആ ഇലക്ട്രിക്കൽ സിഗ്നൽസ് നമ്മൾ എന്തായിരിക്കും? ഇൻപുട്ട് മോഡ്യൂളിലേക്ക് കൊടുക്കും. അത് സ്വിച്ചസ് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെ. ഒരു സ്വിച്ച് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെൻസറിന് ഇതിലേക്ക് ഇൻപുട്ട് കൊടുത്തു എന്നാണ് അതിന്റെ മീനിങ്. അതിന് ഡിഫറെന്റ് ടൈപ്സ് സ്വിച്ചസ് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ CPU ഇതിനെ പ്രോസസ് ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? നമ്മൾ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു എഡിറ്റിംഗ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ റിമോട്ടിൽ നിന്നിട്ട് ഈ സ്വിച്ചസിനെ കൺട്രോൾ ചെയ്യാം. മനസ്സിലായില്ലേ? റിമോട്ടിൽ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഈ സ്വിച്ചിങ് ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യാം. നമ്മൾ ഇവിടെ വെച്ചിട്ട് അതാണ് PLC പ്രോഗ്രാമിംഗിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ലോജിക് ഡയഗ്രത്തിൽ ഡിഫറൻസ് വരുത്തുകയാണെങ്കിൽ അത് ഇതിന്റെ വർക്കിങ്ങിനെ എഫക്ട് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും ഇവിടെ വരിക. ഇതിൽ ഔട്ട്പുട്ട് മോഡിലേക്ക് കണക്ട് ചെയ്യാം. അപ്പൊ ഔട്ട്പുട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ, നമുക്കറിയാം എന്താണ് ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ ബസർ അലാറംസ്, അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ്, അതുപോലെയുള്ള വിഷ്വൽ അലാറംസും സൈറൻസും റിലേസും ഒക്കെ ആയിരിക്കും നമ്മൾ എന്ത് വരുന്നത്? ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു PLC യൂണിറ്റിന്റെ ഒരു ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റിന്റെ പിക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നേരത്തെ മുന്നേ കാണിച്ചതുപോലെ തന്നെ. അപ്പൊ ഈ പറഞ്ഞ യൂണിറ്റ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്, അല്ലെ. ഒരു ബേസ് യൂണിറ്റ് ആണിത്. അതുപോലെ പവർ സപ്ലൈ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ CPU,
അല്ലെ, ഇതാണ് CPU മോഡ്യൂൾ. ഇതിലേക്കാണ് നമ്മുടെ PC ന്ന് കണക്ഷൻ വരുന്നത്. കണ്ടോ? ദെൻ മെമ്മറി ബോർഡ് വരും. ഇതിലൊക്കെ മെമ്മറി ആവശ്യമുണ്ടല്ലോ. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അനലോഗ് ഇൻപുട്ട് മോഡ്യൂൾസ് ഉണ്ട്. ഇതിലേക്കാണ് നമ്മൾ ഇൻപുട്ട് സിഗ്നൽസ്, ഇൻപുട്ട് ഡിവൈസസ് എന്നുള്ള കേബിൾസ് കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അനലോഗ് ഔട്ട്പുട്ട് മോഡ്യൂൾ ഉണ്ട്. അതായത് ഇതിൽ നിന്നാണ് കണക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ഔട്ട്പുട്ടിന് ഇൻപുട്ട് ഡിഫറെന്റ് മോഡ്യൂൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ മോഡ്യൂൾ, ദെൻ കേബിൾസ് ഫോർ കണക്ടിങ് പെരിഫറൽ ഡിവൈസസ്, കേബിൾ കണക്ട് ചെയ്യാനുള്ള സ്ലോട്ട് ആണിത്. അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോളർ, കണക്ടിങ് ഡിവൈസ്, കണക്ടിങ് കേബിൾസ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സെക്ഷൻസ് വരുന്നത്. ദെൻ ബിഫോർ ദാറ്റ് നമുക്ക് PLCയുടെ ആർക്കിടെക്ചർ നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്താണ് ഈ PLCയുടെ പ്രോഗ്രാമിംഗ്? നമ്മൾ മുൻപേ പഠിച്ചിരിക്കുന്നത്, നിങ്ങൾ ഡിഫറെന്റ് ടൈപ്സ് ലാംഗ്വേജസിൽ പ്രോഗ്രാമിംഗ് ഒക്കെ പഠിച്ചു അല്ലേ? C പ്രോഗ്രാമിംഗ്, അതുപോലെ ഡിഫറെന്റ് പ്രോഗ്രാമിംഗ്സ് പഠിച്ചു. അപ്പൊ അതുപോലെയാണോ ഇതിന്റെ പ്രോഗ്രാമിംഗ് വരുന്നത്? നമുക്ക് നോക്കാം എന്താണെന്ന്. PLC പ്രോഗ്രാമിംഗിന് പറയുന്ന പേരാണ് ലാഡർ പ്രോഗ്രാമിംഗ് ഓർ ലാഡർ ലോജിക് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ലാഡർ എന്ന് പറഞ്ഞ വേർഡ് നമുക്കറിയാം അല്ലെ? ലാഡറിന്റെ ഒരു സ്ട്രക്ചർ ആയിരിക്കും നമ്മൾ ഇതിൽ കമ്പോണൻസ് കണക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ വരുന്നത് ഒരു ലാഡർ വെച്ച പോലെയുള്ള ഒരു ഫീൽ ആണ് നമുക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്? ലാഡർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ladder logic എന്ന് പറയും. Ladder logic is used to develop software for programmable logic controllers used in industrial control applications. The name is based on the observation that programs in this language resembles ladders. ലാഡറിന്റെ ഒരു സ്ട്രക്ചർ ആണ് ഇതിന്റെ പ്രോഗ്രാമിങ്ങിന് വരുന്നത്. വിത്ത് 2 vertical rails. നമുക്കറിയാം ലാഡറിന് 2 vertical lines ഉണ്ടാവും, പിന്നെ ഒരു സീരീസ് ഓഫ് horizontal rungs between. horizontal lines rungs എന്ന് പറയും, ലാഡറിന്റെ vertical line rail എന്ന് പറയും. So ladder logic is a programming language that is used to program a PLC. It is a graphical PLC programming. Normal programming പോലെ ഒരു graphical programming ആണ്, programming language ആണ്, which expresses logical operations with symbolic notations using ladder diagrams. ഇതിൽ symbols യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഗ്രാംസ് റൈറ്റ് ചെയ്യുന്നത്. Much like the rails and rungs of a traditional relay logic circuit. It is used by engineers and electricians to execute logical, sequential, counting, timing and arithmetic tasks in order to carry industrial automation applications. അതായത് നമുക്കറിയാം ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻ ആണെങ്കിൽ, ഒരു കൺട്രോൾ വയറിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഇലക്ട്രിക്കൽ ഡിവൈസസ്, അത് റിലേസ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കമ്പോണൻസ് ഒക്കെ നമ്മൾ കണക്ട് ചെയ്യും. അത് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കൺട്രോൾ വയറിംഗ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സർക്യൂട്ട് ഓഫ് ചെയ്തിട്ട് ആ വയറിംഗ് നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് വീണ്ടും മാറ്റി കണക്ട് ചെയ്യണം. നിങ്ങളിപ്പോൾ ലബോറട്ടറിയിലൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, കണക്ഷൻ എറർ വന്നു കഴിഞ്ഞാൽ അത് മാറ്റി റീകണക്ട് ചെയ്യണം അല്ലെ? അതാണ് ഇലക്ട്രിക്കൽ ഡയഗ്രംസ് എന്ന് പറയുന്നത്. ബട്ട് ഇവിടെ നമ്മുടെ ഇപ്പോൾ PLC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കലി ഒന്നും ചെയ്യേണ്ട, നമ്മുടെ പ്രോഗ്രാം വെച്ചിട്ട് നമുക്ക് അതിന്റെ കോണ്ടാക്ട്സിനെ കൺട്രോൾ ചെയ്യാം. കോണ്ടാക്ട്സിന് വരുന്ന സിഗ്നലിനെ കട്ട് ചെയ്യണോ അല്ലെങ്കിൽ പാസ് ചെയ്യണോ എന്നുള്ളത് നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന സിസ്റ്റത്തിന് പ്രോഗ്രാം ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് റിമോട്ട് ആയിട്ടുള്ള പ്ലേസിലുള്ള ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യാം. അതാണ് ലോജിക്കലും സീക്വൻഷ്യൽ, കൗണ്ടിങ്, ടൈമിംഗ്, അരിത്മെറ്റിക്, ഡിഫറെന്റ് ടൈപ്സ് ഓപ്പറേഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാം. ദിസ് ഇസ് എ മോഡൽ ഓഫ് PLC ലാഡർ പ്രോഗ്രാമിംഗ്. ഉണ്ടോ? ഒരു PLC പ്രോഗ്രാമിങ്ങിന്റെ മോഡലാണിത്. നമ്മൾ എഴുതുന്നത് പോലെ, C ലാംഗ്വേജ് ഒക്കെ എഴുതുന്നത് പോലെ ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള ഇതല്ല. എന്താണിത്? സിമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. കണ്ടോ? ഇതിനെയാണ് വെർട്ടിക്കൽ ലൈൻ. ഈ വെർട്ടിക്കൽ ലൈനാണ് റങ് എന്ന് പറയാം. 2 വെർട്ടിക്കൽ ലൈൻസ് വരും, 2 എൻഡിലും. സോറി, വെർട്ടിക്കൽ ലൈനാണ് റെയിൽ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ലൈൻസിന് പറയുന്ന പേരാണ് റങ്. ഈ ഹൊറിസോണ്ടൽ ലൈൻസ് നമ്മൾ എന്താണ് നമ്മുടെ ഈ ഒരു ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് കമ്പോണൻസിനൊക്കെ സെലക്ട് ചെയ്യാം. ഇവിടെ കമ്പോണൻസ് ആയിട്ട് റെസിസ്റ്റർ, കപ്പാസിറ്റർ അല്ല യൂസ് ചെയ്യുന്നത്. ഇതൊരു കപ്പാസിറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കപ്പാസിറ്റർ അല്ല, ഇറ്റ് ഇസ് എ ഓപ്പൺ സ്വിച്ച് ആണ് ഇത്. ഓക്കെ, ഇതിൽ നോർമലി ഓപ്പൺ ആൻഡ് നോർമലി ക്ലോസ്ഡ് എന്ന് പറയുന്ന 2 ടൈപ്പ് സ്വിച്ചസ് ഉണ്ട്. കണ്ടോ? ഇതാണ് ഒരു ഓപ്പൺ സ്വിച്ചും, അതുപോലെ തന്നെ ഇതൊരു ക്ലോസ്ഡ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ വെറും സ്വിച്ചസ് വെച്ചിട്ടാണ് ഇതിന്റെ കോണ്ടാക്ട്സ് ഓപ്പൺ ആൻഡ് ക്ലോസ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഔട്ട്പുട്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഔട്ട്പുട്ടിൽ നമുക്ക് എന്തും കണക്ട് ചെയ്യാം. എന്താണ്? റിലേസ്, മോട്ടോഴ്സ്, ലൈറ്റ്, ഫാൻ, അങ്ങനെ എന്തും നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യാം. ഇത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോഴുള്ള ആ ഒരു പിക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഓരോ സിമുലേഷൻ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ സ്ക്രീൻ വരും. ആ സ്ക്രീനിലേക്ക് നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഓരോ ഇൻപുട്സും നമുക്ക് ഇതിലേക്ക് എടുത്തിട്ട് കണക്ട് ചെയ്യാം. കൗണ്ടേഴ്സ്, അതുപോലെ ICs ഒക്കെ നമുക്ക് ഇതിലേക്ക്, IC അല്ല, കൗണ്ടർ യൂണിറ്റ്സ്, ടൈമർ യൂണിറ്റ്സ് നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. അത് ഇതുപോലെ കണക്ട് ചെയ്യാം. ഇത് ഇതിന്റെ ജസ്റ്റ് ഒരു മോഡൽ. നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ കിട്ടിയാൽ മാത്രമേ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന പ്രോഗ്രാമിങ്ങിന്റെ ഒരു ലോജിക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഒരു PLC പ്രോഗ്രാമിങ്ങിന്റെ മോഡൽ ഉണ്ടാവുക. ഇപ്പൊ ലാഡർ ഡയഗ്രാം വേഴ്സ് ഇലക്ട്രിക്കൽ സ്കീമാറ്റിക് ഡയഗ്രാം ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞു. ഇലക്ട്രിക്കൽ ഡയഗ്രാം ആണെങ്കിൽ കമ്പണൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അല്ലെ?
there are two difference between electrical schematic and ladder diagram. First difference is control logic in electrical schematic is represented using components. Electrically നമ്മൾ components ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. ഇവിടെയാണെങ്കിൽ ജസ്റ്റ് സിമ്പിൾസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇലക്ട്രിക്കൽ ഡയഗ്രത്തിലാണെങ്കിൽ റിലേസ്, റെസിസ്റ്റേഴ്സ് അങ്ങനെയൊക്കെയുള്ള കമ്പോണൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സിമ്പിൾസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. The second difference എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ control logic execution in electrical schematic is as per the operation of the electrical circuit. അല്ലെ, ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ ഓപ്പറേഷൻ അനുസരിച്ചിട്ടാണ് അതിന്റെ ലോജിക്. അതായത് കറണ്ട് ഇങ്ങോട്ട് പാസ് ചെയ്തു, അങ്ങോട്ട് പാസ് ചെയ്തു എന്നൊക്കെ പറയുന്ന ആ ഒരു ഇലക്ട്രിക്കൽ ഓപ്പറേഷൻ ആണ് അവിടെ നടക്കുന്നത്. വേറസ് ഇവിടെ ഈ ലാഡർ പ്രോഗ്രാമിംഗിൽ അല്ലെങ്കിൽ PLC പ്രോഗ്രാമിംഗിൽ എന്താണ്, ഇതിന്റെ ഒരു PLC സ്കാനിങ് പ്രോസസ് ആണ്. അല്ലെ, ലോജിക് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു കണ്ടിന്യൂസ് സ്കാനിങ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ PLC പ്രോഗ്രാമിംഗിന്റെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് പറയാം, ഇതാണ് PLC പ്രോഗ്രാമിംഗ്. നമ്മളൊരു പ്രോഗ്രാം എഴുതിയിട്ട് അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നടക്കുന്നത്? CPU ചെക്സ്, CPU ചെക്ക് ചെയ്തു, ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ്യൂൾസിനൊക്കെ ചെക്ക് ചെയ്തു. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനൊക്കെ എന്ത് ചെയ്തു? സ്കാൻ ചെയ്തു. പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്തു. അതിനുശേഷം ഔട്ട്പുട്ടിനെ എന്ത് ചെയ്തു? അപ്ഡേറ്റ് ചെയ്തു. ഔട്ട്പുട്ട് സപ്പോസ് ഒരു 1 എന്നുള്ള കണ്ടീഷനിലാണെങ്കിൽ നമ്മൾ കൊടുത്ത കണ്ടീഷൻ പ്രകാരം അതിനെ 0 ആക്കണം. അങ്ങനെയാണെങ്കിൽ CPU എന്ത് ചെയ്യും? ഫസ്റ്റ് ആദ്യം ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ്യൂൾസിന്റെ ചെക്കിംഗ് ആണ് നടക്കുന്നത്. അല്ലെ, ഇൻപുട്ടിനെ ആദ്യം സ്കാൻ ചെയ്യും. ഇൻപുട്ടിനെ റിസീവ് ചെയ്തതിന് ശേഷം അത് പ്രോഗ്രാമിംഗിലേക്ക് എടുത്തിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഔട്ട്പുട്ടിനെ അപ്ഡേറ്റ് ചെയ്തിട്ട് 1 എന്നുള്ളത് 0 ആക്കി. അതെന്ത് ചെയ്യും? വീണ്ടും ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും അൺടിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സ് സ്റ്റോപ്പ് ആവുന്നത് വരെ ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അപ്പൊ ദിസ് ഈസ് ദ പ്രോഗ്രാമിംഗ് സ്റ്റെപ്സ് ഫോർ PLC പ്രോഗ്രാമിംഗ്. ഇപ്പൊ ലാഡർ ലോജിക് എന്താന്നുള്ളത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ അതിന്റെ പോയിന്റ്സ് കൊടുത്തു എന്ന് മാത്രം. അതായത് റിട്ടേൺ മെത്തേഡ് ടു ഡോക്യുമെന്റ് ദ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് റിലേ റാക്സ് ആസ് യൂസ്ഡ് ഇൻ മാനുഫാക്ചറിംഗ് ആൻഡ് പ്രോസസ് കൺട്രോൾ. ഇതിന്റെ ആപ്ലിക്കേഷൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഒരു ഇൻഡസ്ട്രിയിൽ നമുക്ക് കുറേ യൂണിറ്റ്സ് ഓഫ് ഒരു പെർട്ടിക്കുലർ ഒരു പ്രോഡക്റ്റ് നമുക്ക് കൗണ്ട് ചെയ്യണം. ഓക്കെ, അത് മാനുവലി ചെയ്യാതെ ഓട്ടോമാറ്റിക്കലി അതൊരു നമുക്കറിയാം ഒരു റിബൺ അതിലേക്ക് വെച്ച് നമ്മൾ എയർപോർട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. അതായത് നമ്മുടെ ലഗേജസ് ഒക്കെ ഒരു കൺവെയർ ബെൽറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇത്ര നമ്പേഴ്സ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ആവും. അപ്പൊ അതുപോലെയുള്ള ആപ്ലിക്കേഷൻസിലാണ് ഈ PLC വരുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഇപ്പൊ സപ്പോസ് സിമെന്റ് മാനുഫാക്ചറിങ് യൂണിറ്റ്, അവിടെ ഇത്ര മിക്സ്ചേഴ്സ്, ഇത്ര കോമ്പോസിഷൻ മിക്സ് ചെയ്തിട്ട് ആണ് ഇപ്പം സിമെന്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെയൊക്കെ അതെ മാനുഫാക്ചറിങ് ആൻഡ് പ്രോസസ് കൺട്രോളിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ദെൻ ഗ്രാഫിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണിത്. സീരീസ് ഓഫ് റെയിൽസ് ആൻഡ് റങ്സ് യൂസ് ചെയ്തിട്ടാണ്. ഇത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. The symbols are placed in the rung to form network of logic expressions. ഈ ഹൊറിസോണ്ടൽ ലൈൻസിൽ നമ്മൾ ഈ പെർട്ടിക്കുലർ സിമ്പൽ കണക്ട് ചെയ്തിട്ട് ആ സിമ്പൽ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന റിമോട്ട് ആയിട്ടിരിക്കുന്ന സ്വിച്ചസിനെയാണ്. അല്ലെ, ആ ഇൻഡസ്ട്രിയിലെ സ്വിച്ചസ് ഡിഫറെന്റ് ടൈപ്പ് ഇൻപുട്ട് മോഡ്യൂൾസിനെയാണ് നമ്മൾ സിമ്പിൾസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് സിമ്പിൾസ് ആയിരിക്കും ആ ഇൻഡസ്ട്രിയൽ ഓപ്പറേഷന്റെ ഔട്ട്പുട്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ദിസ് ഈസ് എ ലാഡർ പ്രോഗ്രാമിംഗ്. അതിന്റെ ഓരോ പാർട്സ് നോക്കാം. ഒരു പ്രോഗ്രാമിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഓട്ടോമാറ്റിക്കലി ഈ സ്ക്രീൻ വരും. നമ്മൾ ഇതിന്റെ ഓരോ സ്റ്റെപ്സ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു സ്ക്രീന് വരും. ആ സ്ക്രീനിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു റെയിൽ വരും. കണ്ടോ, ഈ റെയിൽ വരും. പിന്നെ നമ്മൾ റങ് എന്നുള്ള ആ ഓപ്ഷൻ മുകളിൽ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഒരു റങ് വരും, ഫസ്റ്റ് ലൈൻ വരും. ദെൻ നമ്മൾ അടുത്ത സ്വിച്ച് ഇതാണ് ഞാൻ പറഞ്ഞു 2 ടൈപ്പ് സ്വിച്ചസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതായത് നോർമലി ഓപ്പൺ സ്വിച്ചും നോർമലി ക്ലോസ്ഡ് സ്വിച്ചും. നോർമലി എന്ന് പറയുന്ന ഒരു വേർഡ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നോർമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വോൾട്ടേജസ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഓപ്പണിലാണ് കിടക്കുക. നോർമലി ക്ലോസ്ഡ് ആണെങ്കിലോ വോൾട്ടേജസ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അത് ക്ലോസ്ഡ് ആയിട്ട് കിടക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് റങ്ങിലേക്ക് 2 സ്വിച്ചസ് കൊണ്ടുപോയിട്ട് വെച്ചു. സോറി 2 സ്വിച്ചസ് വെച്ചു. അതിൽ അവിടെ ഒരു ഔട്ട്പുട്ടും കൊടുത്തു. അടുത്തതിൽ ഒരു ഓപ്പൺ സ്വിച്ചും ഒരു ക്ലോസ്ഡ് സ്വിച്ചും ഒരു ഔട്ട്പുട്ട് കൊടുത്തു. അതുപോലെ തന്നെ ലാസ്റ്റ് ലൈനിലാണെങ്കിൽ 2 ഓപ്പൺ സ്വിച്ചും ഒരു ഔട്ട്പുട്ട് യൂണിറ്റും കൊടുത്തു. അപ്പൊ ഇവിടെയൊക്കെ നമുക്കൊരു അഡ്രസ് കൊടുക്കണം. ഇത് ഇൻപുട്ട് ആയതുകൊണ്ട് നമ്മൾ I(2) എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഔട്ട്പുട്ട് ആണെങ്കിൽ ഇവിടെ O(2) പറഞ്ഞിട്ട് കൊടുക്കും. അപ്പൊ അതിന് നമുക്ക് ഇത് 0, ഇത് 1 അങ്ങനെ നമ്പേഴ്സ് കൊടുക്കാം. ഇനി ഇവിടുത്തെ ഔട്ട്പുട്ട് നമ്മൾ സപ്പോസ് 0 എന്ന് കൊടുത്തു. ഇനി ഈ 0 ആണ്, ഈ ഒരു ഔട്ട്പുട്ട് ആണ് അടുത്ത ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആ പേര് ഇങ്ങോട്ടേക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ഇതിന്റെ അഡ്രസ്സിംഗ് ഒക്കെ കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് കമന്റ്സ് എഴുതാം. ഈ റങ് എന്ത് ഓപ്പറേഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ സപ്പോസ് നമ്മൾ ഇവിടെ ഒരു മോട്ടർ ആണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് മോട്ടറിന്റെ 2 സ്വിച്ചസ്, ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്വിച്ചും ഒന്ന് ഇതിന്റെ സപ്പോസ് എന്തെങ്കിലും ഒരു കണ്ടീഷൻ അനലൈസ് ചെയ്യുന്ന ഒരു സ്വിച്ചും ആണെങ്കിൽ നമ്മൾ ഇതിനെ ഇൻപുട്ട് I(0) എന്നുള്ള നെയിമിങ്ങും ഇവിടെ I(1) എന്നുള്ള നെയിമിങ്ങും.
അപ്പോൾ നമ്മൾ ഫിസിക്കലി നമ്മൾ ആ സ്റ്റാർട്ട് സ്വിച്ച് അവിടെ നിന്ന് ഓൺ ചെയ്യുമ്പോൾ ഇവിടെ ആ വോൾട്ടേജ് കണക്ഷൻ വരും. മനസ്സിലായില്ലേ? ആ കണക്ഷൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നോർമലി ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സ്വിച്ച് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ആവും. നോർമലി ക്ലോസ്ഡ് ആയി കിടക്കുന്ന ഒരു സ്വിച്ച് വോൾട്ടേജ് ഒന്നും കൊടുത്തില്ലെങ്കിൽ ക്ലോസ്ഡ് ആണ്. വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് ഓപ്പൺ ആവും. ഇതിപ്പോ സീരീസ് ആയിട്ടാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു പവർ റെയിലിന് ഇവിടുന്ന് ഇതാണ് പവർ റെയിലാണ്. ഇത് ഇവിടെയാണ് സപ്ലൈ ഉള്ളത്. ഈ സപ്ലൈ ഇവിടുന്ന് ഈ ഔട്ട്പുട്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ രണ്ട് സ്വിച്ച് ക്ലോസ് ചെയ്യണം അല്ലെ. രണ്ടും നോർമലി ഓപ്പൺ ആയി കിടക്കാണ്. അപ്പൊ ഇതിലേക്ക് കൂടെ കറണ്ട് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നില്ല. സോ രണ്ട് സ്വിച്ചും ക്ലോസ് ആയാൽ മാത്രമേ ഇവിടെയുള്ള ഔട്ട്പുട്ട് ഹൈ ആവുകയുള്ളൂ. ഇനി ഈ ഒരു കേസിലാണെങ്കിലോ ഫസ്റ്റ് സ്വിച്ച് ക്ലോസ് ചെയ്യണം, സെക്കൻഡ് സ്വിച്ച് ഇവിടെ സപ്ലൈ കൊടുക്കാൻ പാടില്ല. കാരണം എന്താണ്? ഇവിടെ സപ്ലൈ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇത് ഓപ്പൺ ആയി പോകും. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള സപ്ലൈ ഇവിടത്തേക്ക് എത്തില്ല. സോ ഈ ഒരു കേസിൽ ഔട്ട്പുട്ട് ഓൺ ആവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്വിച്ച് നമ്മൾ ക്ലോസ് ചെയ്യണം. ഫസ്റ്റ് സ്വിച്ചിൽ നമ്മൾ ഹൈ കണ്ടീഷൻ കൊടുക്കണം, സെക്കൻഡ് സ്വിച്ചിൽ 0 തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ലാസ്റ്റ് കേസിലാണെങ്കിൽ എന്താണ്? രണ്ട് സ്വിച്ചും ക്ലോസ് ചെയ്താൽ മാത്രമേ ഔട്ട്പുട്ടിലേക്ക് നമ്മുടെ ഈ പറയുന്ന കണ്ടീഷൻ എത്തുകയുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സ്വിച്ചും നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. അപ്പൊ ഇങ്ങനെയാണ് ഒരു ലാഡർ പ്രോഗ്രാമിംഗ് നമ്മൾ എഴുതുന്നത്. ഓക്കെ. ഇപ്പൊ ലാഡർ പ്രോഗ്രാമിങ്ങിന്റെ ഡിഫറെന്റ് എന്താ പറയേണ്ടത് പാർട്സ് ആണ് പറയുന്നത്. റെയിൽ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. രണ്ട് റെയിൽസ് ഉണ്ട്, രണ്ട് വെർട്ടിക്കൽ ലൈൻസ് ആണ്. ദെൻ ആക്റ്റീവ് 0 വോൾട്ടേജും ആക്റ്റീവ് വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പവർ സപ്ലൈ ലൈൻ ആയിട്ടാണ് ഈ റെയിലിനെ ഉദ്ദേശിക്കുന്നത്. There are two rails in the ladder diagram which are drawn as vertical lines running down the farmost ends of the page. രണ്ട് എൻഡിലായിട്ട് രണ്ട് വെർട്ടിക്കൽ ലൈൻ ഉണ്ട്. അതിനാണ് എന്ത് പറയുന്നത്? റെയിൽ. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി സ്ക്രീനിൽ അത് അപ്പിയർ ചെയ്ത് വരും, അവിടെ വരും. അതിലേക്ക് നമ്മൾ റങ്സിനെ കണക്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുക. എത്ര ലൈൻ പ്രോഗ്രാമിംഗ് ഉണ്ട് അത്രയും റങ്സിനെ കൊടുക്കണം. റങ്സ് ആർ ഡ്രോൺ ആസ് ഹൊറിസോണ്ടൽ ലൈൻസ് ആൻഡ് കണക്ട് ദ റെയിൽസ് ടു ദ ലോജിക് എക്സ്പ്രഷൻ. നമ്മൾ പറയുന്ന ആ ലോജിക് കണ്ടീഷനെ വർക്ക്ഔട്ട് ചെയ്യിക്കുന്നത് ഈ റങ് ആണ്. ഈ റങ്ങിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻപുട്സിനെയും ഔട്ട്പുട്സിനെയും കൊണ്ട് കണക്ട് ചെയ്യാം. ഇൻപുട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ എക്സ്റ്റേണൽ കൺട്രോൾ ആക്ഷൻസ് സച്ച് ആസ് പുഷ് ബട്ടൺ അല്ലെങ്കിൽ ലിമിറ്റ് സ്വിച്ച് അതുപോലെയുള്ള ഇൻപുട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇൻപുട്സ് ആർ ആക്ച്വലി ഹാർഡ്വെയർ ടു ദ PLC ടെർമിനൽസ് ആൻഡ് റെപ്രസെന്റ് ഇൻ ദ ലാഡർ ഡയഗ്രാം ബൈ ഒന്നുകിൽ നോർമലി ഓപ്പൺ ആയി കിടക്കുന്ന ഒരു സ്വിച്ച് അല്ലെങ്കിൽ നോർമലി ക്ലോസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു കോൺടാക്ട് സ്വിച്ച്. ഇങ്ങനെയാണ് ഇൻപുട്സിനെ റെപ്രസെന്റ് ചെയ്യാം. വേറെ ഒരു ടൈപ്പ് സിമ്പിൾസ് ഇവിടെ യൂസ് ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? വെറും സ്വിച്ചസ് വെച്ചിട്ട് മാത്രം നോർമലി ഓപ്പൺ നോർമലി കോണ്ടാക്ട് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് സ്വിച്ച് വെച്ചിട്ട് മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഔട്ട്പുട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദീസ് ആർ എക്സ്റ്റേണൽ ഡിവൈസസ് അല്ലെ. നമ്മുടെ ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഡിവൈസസ് ആണ്. അത് ഇലക്ട്രിക് മോട്ടോർ ആവാം, സോളിനോയിഡ് വാൾവ് ആവാം, എന്തും ആകാം. ലോജിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ലോജിക് എക്സ്പ്രഷൻ ആർ യൂസ്ഡ് ഇൻ കോമ്പിനേഷൻ വിത്ത് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്സ് ടു ഫോർമുലേറ്റ് ദ ഡിസൈഡ് കൺട്രോൾ ഓപ്പറേഷൻ. നമ്മൾ കൺട്രോൾ ഓപ്പറേഷനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ഇതിന് പറയുന്ന പേരാണ് ലോജിക് എക്സ്പ്രഷൻ. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരാം എങ്ങനെയാണ് ആ എക്സ്പ്രഷൻ വരുന്നത്. അതായത് സപ്പോസ് നമ്മൾ രണ്ട് കണ്ടീഷൻ കൊടുക്കാം. നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ, സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടർ കറങ്ങണം. അതുപോലെ തന്നെ എമർജൻസി സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു സ്വിച്ചും കൂടിയുണ്ട് നമ്മുടെ കയ്യിൽ. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മോട്ടർ ഓഫ് ആണ്. അപ്പൊ ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ രണ്ട് കണ്ടീഷൻ, അതായത് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതിനെ ഒരു സ്വിച്ച് ആയിട്ട് എടുക്കാം, സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതിനെ വേറൊരു സ്വിച്ച് ആയിട്ട് എടുക്കാം. അങ്ങനെ ആ നമ്മളെ ലോജിക്കിനനുസരിച്ച് സ്വിച്ചസിനെ കണക്ട് ചെയ്തിട്ടാണ് ലാഡർ പ്രോഗ്രാമിംഗ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഞാൻ പറഞ്ഞു അതിന് നമുക്ക് അഡ്രസ് നൊട്ടേഷനും ടാഗ് നെയിംസ് ഒക്കെ കൊടുക്കാം. ഇൻപുട്ട് ആണെങ്കിൽ I എന്ന് പറയുന്ന സിമ്പിൾ, ഔട്ട്പുട്ട് ആണെങ്കിൽ O എന്ന് പറയുന്ന സിമ്പിൾ, ഇതൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് കമന്റ്സ് ചെയ്യാം, കമന്റ് കൊടുക്കാം. നമുക്ക് അവിടെ കമന്റ്സ് ആർ ഡിസ്പ്ലേ ദ സ്റ്റാർട്ട് ഓഫ് ഈച്ച് റിംഗ്. ഓരോ റിംഗിന്റെ മുകളിൽ ആ കമന്റ് കൊടുക്കാം. ദീസ് ആർ യൂസ് ടു ഡിസ്ക്രൈബ് ദ ലോജിക്കൽ എക്സ്പ്രഷൻസ് ആൻഡ് കൺട്രോൾ ഓപ്പറേഷൻ. അതിനൊക്കെ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യണം, എന്ത് ഓപ്പറേഷൻ ചെയ്യുന്നതെന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. Okay, so these are the main parts of ladder programming. Then these are the symbols. നമ്മൾ commonly യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നോക്കിയേ, നോർമലി ഓപ്പൺ സ്വിച്ച്, എക്സാമിൻ ഓൺ. നോർമലി ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു സ്വിച്ച് ആണിത്. ആൻ ഇൻപുട്ട് കണ്ടീഷൻ ദാറ്റ് ഈസ് ഓപ്പൺ വെൻ ഡി എനർജൈസ്ഡ്. നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ, ഡി എനർജൈസ്ഡ് കണ്ടീഷനിൽ ഒന്നും ഒരു എനർജൈസ് ചെയ്യുന്നില്ലെങ്കിൽ അത് നോർമലി ഓപ്പൺ ആണ്. ഇത് ക്ലോസ് ആണെങ്കിൽ നമ്മൾ ഇവിടെ എനർജൈസ് ചെയ്യണം. അതായത് ഇതിനെ നമ്മൾ എന്ത് സ്വിച്ച് ആയിട്ടാണോ കൺസിഡർ ചെയ്തിരിക്കുന്നത് അതിന് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ മാത്രമേ, അത് ഹൈയിലേക്ക് കൊടുത്താൽ മാത്രമേ നമ്മുടെ പ്രോഗ്രാമിംഗിൽ ഇത് ക്ലോസ്ഡ് ആയിട്ട് വരും. നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇൻപുട്ട് മോഡ്യൂളിൽ നിന്ന് നമ്മൾ ആ സ്വിച്ചിനൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രോഗ്രാമിംഗിൽ ഇത് ക്ലോസ് ആവും. ഈ രണ്ട് എൻഡിലും വോൾട്ടേജസ് ആയിട്ട് ഇവിടെ രണ്ട് ഗ്രീൻ ഇൻഡിക്കേഷൻ കാണിക്കും. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആയി. ദെൻ നോർമലി ക്ലോസ്ഡ് ആണ് ഇത് അടുത്ത കേസ്. അതായത് നോർമലി
നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ക്ലോസ്ഡ് ആയിട്ട് കിടക്കും. ഇതിലേക്ക് കൂടി ഈ എൻഡ് ഈ എൻഡിലേക്ക് സപ്ലൈ പോയിക്കോളും, കറണ്ട് പോയിക്കോളും. ബട്ട് നമ്മൾ ഇതിലേക്ക് എനർജൈസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഓപ്പൺ ആയി പോകും. ആൻഡ് ഇൻപുട്ട് കണ്ടീഷൻ ദാറ്റ് ഈസ് ക്ലോസ് വെൻ ഡി എനർജൈസ്ഡ്. ഡി എനർജൈസ്ഡ് കണ്ടീഷനിൽ ഇത് ക്ലോസ്ഡ് ആണ്. ദെൻ ഔട്ട്പുട്ട് കോയിൽ, ഔട്ട്പുട്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതുപോലെയുള്ള രണ്ട് ബ്രാക്കറ്റ് ആണ്. ദെൻ ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഈസ് ട്രൂ വെൻ ദ ഇൻപുട്ട് കണ്ടീഷൻ ബിക്കംസ് ട്രൂ. അതായത് ഇൻപുട്ട് കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ ഇതും ഓക്കെ ആവും. ഇതിന് പ്രത്യേകിച്ച് മീനിങ് ഇല്ല. ഇതിന്റെ ഈ ഒരു എൻഡിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്വിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇൻപുട്ട് പ്രകാരം നമ്മൾ സപ്ലൈ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സപ്ലൈ ഇവിടെ എത്തിക്കോളും, അത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് ട്രൂ വെൻ ഇൻപുട്ട് കണ്ടീഷൻ. ഇൻപുട്ട് ട്രൂ ആണെങ്കിൽ ഇതും ട്രൂ ആണ്. നെഗേറ്റഡ് ഔട്ട്പുട്ട് വെച്ചാൽ ഇതിന് നേരെ ഇൻവേർട്ടഡ് വേർഷൻ. ആൻഡ് ഔട്ട്പുട്ട് എക്സ്പ്രഷൻ ദാറ്റ് ഈസ് ട്രൂ ഓൾ ദ ടൈം എക്സെപ്റ്റ് വെൻ ഇൻപുട്ട് കണ്ടീഷൻസ് ട്രൂ. അതായത് ഇൻപുട്ട് കണ്ടീഷൻസ് ട്രൂ ആണെങ്കിൽ ഇത് ഓഫ് ആയി കിടക്കും, ഇൻപുട്ട് ഫോൾസ് ആണെങ്കിൽ ഇത് ഓക്കെ ആണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻ. ഇത് കോമൺലി യൂസ് ചെയ്യാറില്ല. കോമൺലി യൂസ് ചെയ്യുന്നത് നോർമലി ഓപ്പൺ സ്വിച്ചും നോർമലി ക്ലോസ്ഡ് സ്വിച്ചും ഇതുപോലെയുള്ള ഈ ഔട്ട്പുട്ട് കോയിലുമാണ്. പിന്നെ ലാച്ച്, ഹോൾഡ്, ജസ്റ്റ് കുറച്ച് സമയം ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണിത്, സിമ്പിളാണിത്. ഹോൾഡ് ആൻ ഔട്ട്പുട്ട് ഓൺ, അൺലാച്ച് ചെയ്യാൻ, അതിനൊന്ന് ഡിസ്കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അൺലാച്ച് ദ ലാസ്റ്റ് ഓൺ ഔട്ട്പുട്ട്, ഇതിനൊന്ന് അൺലാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യും. ആണോ, അതായത് PLC പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം ഈ സ്വിച്ചസും ഈ റങ്ങും ഈ ഒരു കോയിലും വെച്ചിട്ടുള്ള പ്രോഗ്രാമിംഗ് ആണ്. അപ്പൊ ഈ സ്വിച്ച് കൊണ്ട് നോർമലി ഓപ്പൺ ആണെങ്കിൽ ജസ്റ്റ് രണ്ട് കപ്പാസിറ്റർ വരക്കുന്ന പോലെ ഇത് വരയ്ക്കുക, രണ്ട് പാരലൽ ലൈൻസ് നോർമലി ഓപ്പൺ. നോർമലി ക്ലോസ്ഡ് ആണെങ്കിൽ അതിന് ഇങ്ങനെ ഒരു ക്രോസ് ബാർ കൊടുക്കണം ഇവിടെ. നോർമലി ക്ലോസ്ഡ് ആണ്. സപ്ലൈ കൊടുത്തില്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യും, ഇത് കറണ്ടിനെ പാസ് ചെയ്യും. ഓക്കെ, ഇനി എങ്ങനെ നമുക്കൊരു PLC പ്രോഗ്രാമിംഗ് ക്രിയേറ്റ് ചെയ്യാം? ക്രിയേറ്റിംഗ് PLC ലാഡർ ലോജിക് ഡയഗ്രാംസ് ഫ്രം റിലേ ലോജിക് ഡയഗ്രാംസ്. അതായത് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ് എ കോൺടാക്ട് ഇൻ ദ അപ്പർ ലെഫ്റ്റ് കോർണർ ഓഫ് ദ ലാഡർ ലോജിക് ഡയഗ്രാം. അതായത് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കോൺടാക്ട് സ്വിച്ചസ് കൊടുക്കും. ഇവിടെ ഞാനിപ്പോൾ 3 സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്താൽ മതി. ഇവിടെ ഒന്ന് ഓട്ടോമാറ്റിക് കണക്ട് ആയിക്കോളും. അപ്പോൾ ഇത് ഇൻപുട്സ് ആണ്, അതുകൊണ്ട് I എന്ന് കൊടുത്തിരിക്കും. I ഈസ് ടു 0. ഇത് 0th ഫസ്റ്റ് ലൈൻ ആണല്ലോ, അതുകൊണ്ട് 0 ബാർ. അതിലുള്ള ഫസ്റ്റ് സ്വിച്ച് 0, 1, 2 അങ്ങനെ 3 സ്വിച്ചസ് യൂസ് ചെയ്തു. ദെൻ ദിസ് ഈസ് ഔട്ട്പുട്ട് കോയിൽ. So O is to 0 bar 0. ഇത് രണ്ട് ലൈൻസ്, ഇത് റെയിൽസ് ആണ്, ഇത് റങ്സ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക. ഇനി ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇവിടെ ഒന്ന് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അടുത്ത റങ് ഒരു ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഇവിടെ വരും. അതിലേക്ക് വീണ്ടും കമ്പണൻസിനെ കണക്ട് ചെയ്യാം. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഔട്ട്പുട്ട് കണ്ടീഷൻ ആയിരിക്കും അടുത്ത നമ്മൾ ഇൻപുട്ട് കണ്ടീഷൻ ആയിട്ട് കൊടുക്കുക. ഇത് വർക്ക് ചെയ്താലായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട് ഇതിന്റെ ഇൻപുട്ടായി മാറും. അങ്ങനെ കാസ്കേഡറായിട്ട് ഫൈനൽ ഔട്ട്പുട്ടിലെത്തും. അപ്പൊ നമുക്കൊരു നാൻഡ് ഗേറ്റ്സ്, ലോജിക് ഗേറ്റ്സിന്റെ ലാഡർ പ്രോഗ്രാമിംഗ് നോക്കാം. ആൻഡ് ഗേറ്റും നാൻഡ് ഗേറ്റും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രണ്ട് ഇൻപുട്സ് A and B ഉണ്ടെങ്കിൽ A into B ചെയ്താൽ മതി. അതായത് രണ്ട് കോണ്ടാക്ട്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ A and B ആർ ദ കോണ്ടാക്ട്സ്. സോ A എന്ന് പറയുന്ന നമുക്കറിയാം ട്രൂത്ത് ടേബിൾ പ്രകാരം A എന്ന് പറയുന്ന ഒരു നമ്പർ, B എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. അതുപോലെ തന്നെ ഔട്ട്പുട്ട്, ഇതാണ് ഗേറ്റിന്റെ സിമ്പിൾ. അപ്പൊ എയും ബിയും സീരീസ് ആയി കണക്ട് ചെയ്ത ആൻഡ് ഗേറ്റ് ആയി ആണല്ലോ. സോ ഫസ്റ്റ് റങ്ങിലേക്ക് രണ്ട് സ്വിച്ചസിന്, നോർമലി ഓപ്പൺ ആയി കിടക്കുന്ന രണ്ട് സ്വിച്ചസിനെ എടുക്കാം. അപ്പൊ A into B ആ ചെയ്യേണ്ടത്, അതുകൊണ്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. ഉണ്ടോ, രണ്ടും 0, 0. എയിലും ബിയിലും നമ്മൾ 0, 0 കൊടുക്കുന്നതെങ്കിൽ നോർമലി അതെന്തായിട്ട് എടുക്കും, ഓപ്പൺ ആയി കിടക്കും. സോ ഔട്ട്പുട്ടിൽ ഒന്നും കിട്ടില്ല, 0 ആയിരിക്കും. ഇനിയോ അടുത്ത കണ്ടീഷൻ എന്താ, 0, 1. അതായത് ബീനെ നമ്മൾ ക്ലോസ് ചെയ്തു, ബട്ട് നോ ഇഫക്റ്റ് അല്ലേ. എന്താണ്, ഇവിടെ ഒന്ന് ഓപ്പൺ ആയി കിടക്കുന്ന കൊണ്ട് ഈ ഒരു സപ്ലൈ ഇങ്ങോട്ടേക്ക് എത്തില്ല. സോ ഔട്ട്പുട്ട് 0. അതിനി എനെ ക്ലോസ് ചെയ്ത് ബീനെ ഓപ്പൺ ആക്കിയാലോ, സെയിം ഇഫക്റ്റ് തന്നെ, ഔട്ട്പുട്ട് 0. രണ്ടും ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടൂ. സോ 1, 1 കണ്ടീഷനിൽ നമുക്ക് ഔട്ട്പുട്ട് വരും. 1, 1 ആണെങ്കിൽ ഇത് രണ്ടും ക്ലോസ്ഡ് ആകും, നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടും. നാൻഡ് ഗേറ്റ് ആണെങ്കിലോ, നമുക്ക് നാൻഡ് ഗേറ്റിന്റെ എക്സ്പ്രഷൻ അറിയാം. എന്താ നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ A into B all bar, ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്, A bar plus B bar അല്ലെ. നമ്മൾ ഡിമോർഗൻസ് തിയറം പഠിച്ചിട്ടുണ്ട്, A bar plus B bar. അപ്പൊ A bar എന്ന് വന്നതുകൊണ്ട് നമുക്ക് നോർമലി ക്ലോസ്ഡ് സ്വിച്ച് യൂസ് ചെയ്യാം. B bar വന്നതുകൊണ്ട് അവിടെയും ക്ലോസ്ഡ് സ്വിച്ച്. ദെൻ ഓർ ഓപ്പറേഷൻ ആണ് വന്നത്, ഓർ ഓപ്പറേഷന് നമ്മൾ പാരലൽ കണക്ഷൻ ആണ് യൂസ് ചെയ്യുക. നിങ്ങൾക്കറിയാം, നിങ്ങൾ മുൻപേ ബേസിക്സ് ഒക്കെ പഠിക്കുമ്പോൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഓർ ഓപ്പറേഷൻ ആണ് പഠിച്ചിട്ടുണ്ട് അല്ലെ. സോ A bar plus B bar നമ്മൾ ഇതുപോലെയാണ് റെപ്രസെന്റ് ചെയ്യുക, A bar B bar. അപ്പൊ ഇതിന്റെ കണ്ടീഷൻ എന്താണ്, നോർമലി ഇത് ക്ലോസ്ഡ് ആയി കിടക്കുകയാണ്. അപ്പൊ 0, 0 കൊടുക്കുകയാണെങ്കിൽ രണ്ടും ക്ലോസ്ഡ് ആണ്. 0, 0 കൊടുത്താൽ മതി, ഈ സപ്ലൈ ഇവിടത്തേക്ക് എത്തിക്കോളും. സോ ഔട്ട്പുട്ട് 1. അതിൽ ഏതെങ്കിലും ഒന്നിൽ 1 കൊടുത്ത്, ഇനി അടുത്ത കണ്ടീഷൻ 0, 1. 0 കൊടുത്താൽ ഇത് നോർമലി ക്ലോസ്ഡ് ആണ്. 1 കൊടുത്തപ്പോൾ ബി സ്വിച്ച് ഓപ്പൺ ആയി, ബട്ട് സപ്ലൈ ഈ ഒരു പാത്തിലേക്ക് കൂടെ വരും. സോ ഔട്ട്പുട്ട് 1. അടുത്തത് എക്ക് 1 കൊടുത്തു, ബിക്ക് 0 കൊടുത്തു. എക്ക് 1 കൊടുത്താൽ ഇത് ഓപ്പൺ ആയി, ബട്ട് ബി ക്ലോസ്ഡ് തന്നെയാണ് കിടക്കുന്നത്. സോ ഈ ഒരു പാത്തിലേക്ക് കൂടെ സപ്ലൈ ഔട്ട്പുട്ടിലേക്ക് വരും. സോ ഔട്ട്പുട്ട് ഈക്വൽ ടു 1. രണ്ടിലും 1 കൊടുക്കുകയാണെങ്കിൽ രണ്ടും ഓപ്പൺ ആകും, ഔട്ട്പുട്ട് എന്തായി മാറും, 0 ആയി മാറും.
Okay, so this is the logic ladder programming of AND gate and NAND gate. ഇതുപോലെ നമുക്ക് OR ഗേറ്റും NOR ഗേറ്റും ചെയ്യാം അല്ലെ. OR ഗേറ്റ് എന്ന് പറഞ്ഞാൽ A+B ആണ്. സോ രണ്ട് ഓപ്പൺ സ്വിച്ചിനെ പാരലായിട്ട് കണക്ട് ചെയ്യാം. A+B രണ്ടും ഓപ്പൺ ആണ്. ഏതെങ്കിലും ഒന്നിൽ 1 വരണം എങ്കിൽ മാത്രമേ ഔട്ടിലേക്ക് 1 എത്തുകയുള്ളൂ. കണ്ടോ, രണ്ടും 0 ആണെങ്കിൽ ഔട്ട് 0 ആണ്. ഏതെങ്കിലും ഒന്നിൽ 1 കൊടുക്കുകയാണെങ്കിൽ ഔട്ട് 1 വരും അല്ലെ. ഏതെങ്കിലും ഒരു പാരലൽ പാത്തിന്റെ ഏതെങ്കിലും ഒരു പാത്തിലേക്ക് കൂടെ ഈ 1 ഇവിടത്തേക്ക് പാസ് ചെയ്യും. This is simple for OR gate. Then NOR gate എന്നാണ് expression A+B all bar which is equal to A bar into B bar. അപ്പോൾ into means it is series operation ആണ്. രണ്ട് closed switch series ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ this is A bar into B bar connection. രണ്ട് closed switch. അപ്പോൾ ഇത് നോർമലി ക്ലോസ്ഡ് ആണ്. സോ 0-0 കണ്ടീഷനിൽ തന്നെ ഔട്ട്പുട്ട് 1 ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടില്ല അല്ലെ. രണ്ടും ക്ലോസ്ഡ് ആണെങ്കിൽ, രണ്ടും 0-0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1. ഇവിടെയും 0 ഇവിടെയും 0 കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും ക്ലോസ്ഡ് ആയി കിടക്കും. ഔട്ട്പുട്ട് ഹൈ ആയി 1 ആയി. ഏതെങ്കിലും ഒന്നിൽ നമ്മൾ 1 അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ഓപ്പൺ ആകും, 0 കിട്ടും. രണ്ടിലും ഹൈ കൊടുത്താൽ രണ്ടും ഓപ്പൺ ആണ്, ഔട്ട്പുട്ട് 0. ഓക്കെ, അപ്പൊ ദിസ് ഈസ് എ ട്രൂത്ത് ടേബിൾ ഓഫ് NOR ഗേറ്റ്. ഇതുപോലെ നമുക്ക് XOR ഗേറ്റും XNOR ഗേറ്റും റെപ്രസെന്റ് ചെയ്യാം. നമുക്കറിയാം XOR ഗേറ്റിന്റെ എക്സ്പ്രഷൻ എന്താണ്? A XOR B ഈക്വൽ ടു A ഇൻറ്റു B ബാർ പ്ലസ് A ബാർ ഇൻറ്റു B അല്ലെ. ആ എക്സ്പ്രഷനിൽ ഒരു ടേമിൽ ഏതെങ്കിലും ഒന്നിന് NOR അപ്ലൈ ചെയ്യാം, ഏതെങ്കിലും ഒന്നിന് ഇൻവേർട്ടഡ് കൊടുക്കാം അല്ലെ. അപ്പൊ A ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ക്ലോസ് സ്വിച്ച് യൂസ് ചെയ്യാം. A ബാർ ഇൻറ്റു B പ്ലസ് ആണ്, സോ അടുത്ത റങ് യൂസ് ചെയ്യാം. A ഇൻറ്റു B ബാർ, A മാത്രം ആയതുകൊണ്ട് ഓപ്പൺ സ്വിച്ച്, B ബാർ ആയതുകൊണ്ട് ക്ലോസ് സ്വിച്ച്. ദെൻ ഔട്ട്പുട്ട് കണക്ട് ചെയ്യാം. ഇതിന്റെ കണ്ടീഷൻ എന്താണ്? XOR ഗേറ്റിന്റെ രണ്ട് ഇൻപുട്ടും ഡിഫറെന്റ് ആണെങ്കിൽ ഔട്ട് 1 ആയിരിക്കണം, രണ്ടും സെയിം ആണെങ്കിൽ ഔട്ട് 0 ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒന്ന് 1 ആണെങ്കിൽ, സപ്പോസ് A1 കൊടുത്തു, A1 കൊടുത്താൽ എന്ത് സംഭവിക്കും? ഇത് ഇവിടെ ഓപ്പൺ ആവും, ബട്ട് ഇവിടെ എന്താവും? ക്ലോസ്ഡ് ആവും അല്ലെ. സപ്പോസ് ഞാൻ A0 കൊടുത്തു, B0 കൊടുത്തു. A0 കൊടുത്തു കഴിഞ്ഞാൽ നോർമലി ക്ലോസ്ഡ് ആണ്, സോ അത് ക്ലോസ്ഡ് ആയി തന്നെ കിടക്കും. Bയിൽ 0 കൊടുത്താലോ ഇത് ഓപ്പൺ ആയി കിടക്കും അല്ലെ. അപ്പൊ അടുത്ത കേസ് നോക്കി, A0 ആണ്, സോ ഇത് ഓപ്പൺ ആണ്. Bയിൽ 0 കൊടുത്തു, ഇത് ക്ലോസ്ഡ് ആണ്. അതായത് ഈ പാത്ത് കംപ്ലീറ്റ് ആവുന്നില്ല അല്ലെ. ഒരു ടൈമില് രണ്ട് സ്വിച്ചിൽ ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ആയി കിടക്കുന്നു ഒരു പാത്തിൽ, അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒന്ന് 1 കൊടുക്കുകയാണെങ്കിൽ A0യും B1ലും കണ്ടിന്യൂ ആണ്. A0 ആയതുകൊണ്ട് ഇത് ഇവിടെ ക്ലോസ്ഡ് ആയി കിടക്കും, ഇവിടെയാണെങ്കിൽ ഇത് ഓപ്പൺ ആയി കിടക്കും. B1 ആണ്, 1 ആണെങ്കിൽ ഇത് ക്ലോസ്ഡ് ആകും, ഇത് ഓപ്പൺ ആകും. ഇവിടെ രണ്ട് ക്ലോസ്ഡ് സ്വിച്ചസ് വരും അപ്പർ ലൈനിൽ, സോ ഇവിടെ നമുക്ക് ഔട്ട് വരും. ഇവിടെ രണ്ടും ഓപ്പൺ ആയി കിടക്കും, ബട്ട് അതിനാവശ്യം വരുന്നതിന് ഇവിടെ നമുക്ക് 1 കിട്ടി. ഇനി അടുത്ത A1ഉം B0 ആണെങ്കിലോ, A1 ആണ്, സോ ഇത് ഇവിടെ ഓപ്പൺ ആയി, B ക്ലോസ്ഡ് ആണ്, ഇത് ക്ലോസ്ഡ് ആണ്, ബട്ട് ഇവിടെ ഒരു ഓപ്പൺ പാത്ത് വന്നതുകൊണ്ട് സപ്ലൈ ഇങ്ങോട്ടേക്ക് വരില്ല. അതുപോലെ തന്നെ എന്താണ്, A1, സോ ഇത് ഇവിടെ ക്ലോസ്ഡ് ആകും, B0 ആണ്, ഇതിവിടെ ഓപ്പൺ ആകും. അപ്പൊ എന്ത് സംഭവിക്കും? ഏതെങ്കിലും ഒരു പാത്തിൽ രണ്ട് ക്ലോസ് സ്വിച്ചസ് വരണമെങ്കിൽ മാത്രമേ ഔട്ട് 1 ആവുകയുള്ളൂ. രണ്ടും 1 ആയ കേസിൽ, രണ്ടും 1 ആണെങ്കിൽ ഏതെങ്കിലും ഒരു സ്വിച്ച് ഓപ്പൺ ആയി പോകും, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഔട്ട് 0 വരും. അപ്പം ദിസ് ഈസ് ദ കേസ് ഓഫ് XOR ഗേറ്റ്. XNOR ആണെങ്കിൽ എന്താണ്? A ബാർ ഇൻറ്റു B ബാർ പ്ലസ് AB ആണ്. സോ ഇവിടെ A അല്ല, I1 I2 യൂസ് ചെയ്തിരിക്കുന്നത്. സോ I1 ബാർ I2 ബാർ പ്ലസ് I1 I2. ഇവിടെ ഒന്നുകിൽ രണ്ട് ഇൻപുട്ട് സെയിം ആണെങ്കിൽ ഔട്ട് 1 കിട്ടും അല്ലെ. രണ്ടും 0 കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് രണ്ടും ഇവിടെ ഓപ്പൺ ആവും. നോർമലി രണ്ടും ക്ലോസ്ഡ് ആണ് ഇവിടെ. അപ്പൊ 0-0 കൊടുക്കുകയാണെങ്കിൽ ഇത് ഇതേ കണ്ടീഷനിൽ നിൽക്കും, ക്ലോസ്ഡ് ആയി തന്നെ കിടക്കും, ഇത് രണ്ടും ഓപ്പൺ ആയി തന്നെ കിടക്കും. അപ്പൊ ഈ ഒരു ലൈനിലേക്ക് കൂടെ നമുക്ക് സപ്ലൈ കിട്ടും, ഇവിടെ ഹൈ ഔട്ട്പുട്ട് കിട്ടും. അതുപോലെ തന്നെ രണ്ടും 1 ആണെങ്കിലോ, രണ്ടും 1 ആണെങ്കിൽ ഇത് രണ്ടും ഓപ്പൺ ആകും, ഇത് രണ്ടും ക്ലോസ്ഡ് ആകും അല്ലെ. ഇത് നോർമലി ഓപ്പൺ ആണ്, 1 കൊടുത്താൽ ക്ലോസ് ആകും, ഇവിടെയും 1 കൊടുത്താൽ ക്ലോസ് ആകും. അപ്പൊ നമുക്ക് ഈ ഒരു ലൈനിലേക്ക് കൂടെ ഔട്ടിലേക്ക് വരും. ഏതെങ്കിലും ഒന്നിൽ 1 കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഡിസ്കണക്ഷൻ സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ I1 ഹൈ കൊടുക്കുകയാണെങ്കിൽ ഇതിവിടെ ഓപ്പൺ ആവും. ഇനി അതല്ല I2 ഹൈ കൊടുക്കുന്നതെങ്കിൽ ഇതിവിടെ ഓപ്പൺ ആവും അല്ലെ. അങ്ങനെ നമുക്ക് ഔട്ടിലേക്ക് വോൾട്ടേജ് വരില്ല, സോ 0 ആയി കിടക്കും. അപ്പോൾ ഇതിന്റെ സിമ്പലും ട്രൂത്ത് ടേബിളും ലാഡർ ഡയഗ്രാം ഒരുമിച്ച് കൊടുത്തിരിക്കുകയാണ്. മുൻപേ പറഞ്ഞ അതേ അത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തിരിക്കാം. നിങ്ങൾക്കിത് നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പോൾ ഇത് ഇതുപോലെ എഴുതിയെടുക്കാം. ഇത് നിങ്ങൾക്ക് ലാബിൽ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ആണ്. ആൻഡ് ഗേറ്റ് ആണെങ്കിൽ അതിന്റെ സിമ്പൽ വരയ്ക്കോ, ട്രൂത്ത് ടേബിൾ വരയ്ക്കോ, അതിന്റെ ലാഡർ ഡയഗ്രാം വരയ്ക്കോ. അല്ല OR ഗേറ്റ്, XOR ഗേറ്റ്, NAND ഗേറ്റ്, NOR ഗേറ്റ്. അപ്പൊ ഇത്രയും നിങ്ങൾ PLC പ്രോഗ്രാമിംഗിന്റെ ഫസ്റ്റ് എക്സ്പെരിമെന്റ് ആണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വരിക. കണ്ടോ, ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ.
നോർമലി ഓപ്പൺ ആയിട്ട് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, നോർമലി ക്ലോസ്ഡ് ആയതാണ് സെക്കൻഡ് സ്വിച്ച്. ദെൻ ഔട്ട്പുട്ട്, ഈ ഔട്ട്പുട്ട് ആണ് അടുത്ത കേസിൽ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. അങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് ആണിത്. ഞങ്ങൾ ഇതിലേക്ക് ഫസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ലൈനിൽ ഇവിടെ ഹൈ ഇൻഡിക്കേഷൻ വരും, സെക്കൻഡ് ലൈനിൽ ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അവിടെ ഗ്രീൻ ലൈൻ കാണിക്കുന്നില്ല. ഇത് നോർമലി ക്ലോസ്ഡ് ആണ് അല്ലെ, ഇത് നോർമലി ഓപ്പൺ ആണ്. ഇവിടത്തേക്ക് സിഗ്നൽ കൊടുത്തപ്പോൾ ഇത് ക്ലോസ്ഡ് കണ്ടീഷൻ ആയി, ഇത് ഓൾറെഡി ക്ലോസ്ഡ് ആണ്. അപ്പൊ രണ്ട് ക്ലോസ്ഡ് കാരണം ഇത് ഔട്ട്പുട്ട് എന്താവും, നമുക്ക് ഹൈ സിഗ്നൽ വരും. അപ്പൊ അത് പ്രോഗ്രാമിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ ഇങ്ങനെയാണ് ഇത് കാണുവാണെന്ന് മാത്രം പറഞ്ഞതാണ്. നമ്മുടെ കയ്യിൽ കുറച്ച് നമ്മുടെ ഡിജിറ്റൽ കിറ്റ് പോലെ, ഡിജിറ്റൽ ട്രെയിനർ കിറ്റ് പോലെ ഒരു കിറ്റാണ് PLC കിറ്റ് നമുക്ക് ലാബിലുള്ളത്. അതിൽ ആ കിറ്റിൽ ഇതിന്റെ സെൻട്രൽ യൂണിറ്റും ഉണ്ടാകും, അതുപോലെ തന്നെ എന്താണ് ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ടാകും. നമുക്ക് ഡിജിറ്റൽ കിറ്റിൽ ഇൻപുട്ട് ആയിട്ട് നമ്മൾ സ്വിച്ചസ് യൂസ് ചെയ്യുന്നുണ്ട്, ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ LEDs യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ PLC കിറ്റിൽ നമ്മുടെ കയ്യിൽ സ്വിച്ചസ് ഉണ്ട് ഇൻപുട്ട് ആയിട്ട്. അപ്പോൾ നമ്മൾ ഒരു സ്വിച്ചിനെ, ഫസ്റ്റ് സ്വിച്ചിനെ നമ്മൾ ഹൈ ആക്കുകയാണെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിംഗിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഹൈ ലൈൻ കാണിക്കും. കണ്ടോ, ഈ ലൈനാണ് പറയുന്നത്, ഈ റങ്ങിന്റെ മേലെ കാണിക്കുന്ന ഈ ഹൈ ലൈൻ. അടുത്ത സ്വിച്ചിൽ നമ്മൾ ഒന്നും കണക്ട് ഹൈ കൊടുക്കാത്തത് ഓഫിൽ കിടക്കും. അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോഗ്രാമിംഗ് സ്റ്റൈൽ. ലാസ്റ്റ് ലൈന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ലാസ്റ്റ് ലൈനിൽ എൻഡ് എന്നുള്ള ഒരു ഇത് ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടേ കണക്ട് ചെയ്യും. ഇവിടെ ഇപ്പോൾ ഒറ്റ ലൈൻ പ്രോഗ്രാമിംഗേ വന്നിട്ടുള്ളൂ. ഇത് നിങ്ങൾക്കൊരു എക്സാമ്പിൾ ആണ്. ഒരു ഡിജിറ്റൽ സർക്യൂട്ട് തന്നിട്ടുണ്ട്. എന്താണ് ഡിജിറ്റൽ സർക്യൂട്ട്? കണ്ടോ, ഇവിടെ ഒരു ആൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ്, നോട്ട് ഗേറ്റ്, ഓർ ഗേറ്റ്. ഇതിന്റെ എക്സ്പ്രഷൻ എന്താണ്? A × B × C ബാർ അല്ലെ, പ്ലസ് D പ്ലസ് E ബാർ. ഇതാണ് നമ്മുടെ സാധാരണ ഒരു ഡിജിറ്റൽ ലോജിക് സർക്യൂട്ട്. ഇതിന്റെ കറസ്പോണ്ടിങ് PLC പ്രോഗ്രാമിംഗ് എഴുതാൻ, ലാഡർ പ്രോഗ്രാമിംഗ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇതൊരു എന്താണ്, ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റ് ആണെങ്കിൽ സീരീസ് കണക്ഷൻ ആണ്. സോ ഇവിടെ 3 കോണ്ടാക്ട് സ്വിച്ചസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ A എന്ന് പറഞ്ഞാൽ നോർമലി ഓപ്പൺ ആണ് അല്ലെ, A എന്ന് പറഞ്ഞാൽ നോർമലി ഓപ്പൺ സ്വിച്ച്, B ഓൾസോ നോർമലി ഓപ്പൺ സ്വിച്ച്, C പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് ലോ സിഗ്നൽ ആണ് ഇവിടെ വരിക. അതായത് സിയിൽ 0 കൊടുത്താൽ മാത്രമേ ഇവിടെ 1 കിട്ടൂ. അപ്പൊ അതിന് നമ്മൾ നോർമലി ക്ലോസ് സ്വിച്ച് ആയിട്ട് കൺസിഡർ ചെയ്യണം. എപ്പോഴും ഇൻവേർഷൻ ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അതിന് നോർമലി ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് കണക്ക്. അപ്പൊ C നോർമലി ക്ലോസ്ഡ്. ഇതിന്റെ മൂന്നിന്റെയും കൂടി ഔട്ട്പുട്ട് നമ്മൾ ഇവിടെ Y ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഈ പോയിന്റ് ആണ് Y, കണ്ടോ, അതിനൊരു ഇതുപോലെയുള്ള ഒരു സിമ്പിൾ ആണ് ഔട്ട്പുട്ടിനായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്, ഈ Y ആയിരിക്കണം അടുത്ത സ്വിച്ചിന്റെ ഇൻപുട്ട് ആയിട്ട് വരേണ്ടത്. സോ Y ഇവിടെ വരും. അല്ല, ഇത് സപ്പോസ് ഒരു മിസ്റ്റേക്ക് വന്നു, അതായത് ഇതിന്റെ ഔട്ട്പുട്ടും ഡിയും ഇയും കൂടെ മിക്സ് ചെയ്തിട്ട് ഓർ ചെയ്തിട്ടാണ് Y കിട്ടുന്നത്. ഓക്കെ, സോ എന്ത് വരണം, ഇവിടെ ഓർ ഓപ്പറേഷൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ 3 ലൈൻസ് കൊടുത്തിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു, അതിന്റെ കൂടെ 2 ലൈൻസ് ഓർ ആയിട്ട് കൂടെ കണക്ട് ചെയ്യണം അല്ലെ. സോ അടുത്ത ഓർ ഓപ്പറേഷനിൽ D എന്ന് പറയുന്ന സ്വിച്ച് യൂസ് ചെയ്യാം. അടുത്ത E എന്ന് പറയുന്ന സ്വിച്ച് കോംപ്ലിമെന്റഡ് ആണ്. സോ ഈ നോർമലി ക്ലോസ്ഡ് ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഓർ ഗേറ്റിന് എത്ര ഇൻപുട്ട് വരുന്നത്? 1 2 3 ഉണ്ടോ. അപ്പം 1 2 3 3 പാരലൽ ലൈൻസ് വരും. അതിൽ ഫസ്റ്റ് ലൈനിൽ തന്നെ 3 ഇൻപുട്ട് സീരീസ് ആയിട്ട് ഉണ്ടോ. ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ ദിസ് ഈസ് ദ ലാഡർ ഡയഗ്രാം ഇക്വാലന്റ് ഓഫ് ഗിവൺ ലോജിക് സർക്യൂട്ട്. സോ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ അടുത്ത ലെവൽ പ്രോഗ്രാമിങ്സ് ഒക്കെ വരുന്നത്. അടുത്ത നമുക്ക് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ലെവലിൽ പ്രോഗ്രാം ചെയ്യണം. അതായത് മോട്ടോറിന്റെ വർക്കിംഗ്, അതുപോലെ തന്നെ ട്രാഫിക് ലൈറ്റ് വർക്കിംഗ്, ഇതുപോലെയുള്ള എക്സാമ്പിൾസ് ആണ് ഈ PLCക്ക് നിങ്ങൾക്ക് ലാബിലൊക്കെ ചെയ്യേണ്ടത്. നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എന്നിട്ട് ഓക്കെ, താങ്ക് യു.